AC റൂമിൽ നല്ല ഹൈ ലെവലിൽ നല്ല ഫോർച്യൂണർ കാറിലെ നല്ലൊരു സെലിബ്രിറ്റിയുടെ കൂടെ ജീവിച്ച് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലേഡി ഇതിലും താഴ്ന്ന ഒരു ബസ് ജീവനക്കാരന്റെ കൂടെ ഓടി പോകണമെങ്കിൽ അവിടെ എന്തായിരിക്കും അവരുടെ ഫാമിലിയിൽ നടന്നതെന്ന് നമുക്കറിയില്ല. അവിടെ AC റൂമിനോ ഫോർച്യൂണർ കാറിനോ സെലിബ്രിറ്റി സ്റ്റാറ്റസിനോ ഒന്നും വില കൽപ്പിക്കാണ്ട് ഒരു ബസ് ജീവനക്കാരുടെ കൂടെ ഓടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഭാഗത്തെ ആൾക്കാരുടെയും കൂടെ കാര്യങ്ങൾ എന്താണ് അവരുടെ ഫാമിലിയിൽപ്പെട്ട എന്താണ് അവരുടെ ഫാമിലിയിൽ സംഭവിച്ചതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഫാമിലിനെയും അല്ലെങ്കിൽ ഒരു വ്യക്തിനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അവരെ സൈബർ ബുള്ളിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഹായ് ഗൈസ്, ഇപ്പൊ സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കോണ്ടന്റ് ക്രിയേറ്ററുടെ വൈഫ് ഒരു ബസ് ജീവനക്കാരന്റെ കൂടെ ഓടിപ്പോയി എന്നുള്ളതാണല്ലോ വിഷയം. ഇത് മുതലെടുത്ത് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്ത് റീച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കോണ്ടന്റ് ക്രിയേറ്ററോ അദ്ദേഹത്തിന്റെ വൈഫോ ഈ ബസ് ജീവനക്കാരനെ ഇവരുടെ ഫാമിലീസ് ഒരാളും വന്നിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ സംസാരിച്ചിട്ടില്ല. ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് അവരുടെ പേരും ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ റീച്ച് കൂട്ടുന്ന ഒരു സമയമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കോണ്ടന്റ് ക്രിയേറ്ററുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇടുന്ന വീഡിയോക്ക് ഒരു ബാഡ് കമന്റ് വരുമ്പോൾ നമ്മൾ എന്തോരം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുക നിങ്ങൾ അറിയുമോ? അപ്പൊ ഇങ്ങനെ ഒരു വിഷയം, സ്വന്തം വൈഫ് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിയുന്ന ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് വിവരമുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഈ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ പേരോ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരോ ഫാമിലീസിന്റെയോ ഫോട്ടോസ് ഒന്നും ഇടാഞ്ഞ് ഈ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇതൊരു അവസരം മുതലെടുത്ത് അവരുടെ ഫോട്ടോസും വീഡിയോസും CCTV ദൃശ്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് റീച്ച് കൂട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ മാനസികാവസ്ഥ എന്നെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടി ഇരിക്കുക, ഫ്രണ്ട്സ് അദ്ദേഹത്തിന്റെ കൂടി ഇരിക്കുക, പല കാര്യങ്ങളോട് ചർച്ച ചെയ്ത് അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. ഈ ഒരു അടച്ചിട്ട് മുറിയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒന്നും അവർക്ക് അവസരം കൊടുക്കരുത്. നമ്മുടെ മനുഷ്യന് എപ്പോഴാണെന്ന് അറിയില്ല ഒരു ചെറിയൊരു തോന്നൽ വരാൻ, എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില കമന്റ്സും അതുപോലെ വീഡിയോസ് ചെയ്ത് കണ്ടു, ഫോർച്യൂണർ വിട്ടുവെച്ച് മാരുതിന്റെ കൂടെ പോയെന്ന് പറഞ്ഞു വെച്ച്. പക്ഷെ ഇവരുടെ ഫാമിലി ലൈഫിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്കറിയില്ല. ഇവരുടെ രണ്ട് ഭാഗത്തിന്റെയും, കോണ്ടന്റ് ക്രിയേറ്ററുടെയും പുള്ളിയുടെ വൈഫിന്റെയും ഭാഗം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ നല്ല ക്യാഷ് കൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ജീവിക്കുന്നു, കാണാൻ നല്ലൊരു സുന്ദരൻ, അതുപോലെ തന്നെ ഫോർച്യൂണർ കാർ ഉണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആണ്, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഉണ്ട്, മില്യൺസ് വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ നല്ലവരാണെന്ന് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർ ചീത്ത വ്യക്തിയാണെന്ന് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. അവരുടെ ഫാമിലിയിൽ ഉണ്ടായ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഒരു ഭാഗത്ത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ നിൽക്കുന്നു, മറ്റൊരു സ്ഥാനത്ത് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ ഒരു ബസ് ജീവനക്കാരന്റെ കൂടെ ഓടിപ്പോയ ഒരു സ്ത്രീ. ഇത് രണ്ടിലും ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ പണത്തിനും പ്രതാപത്തിനും സ്റ്റാറ്റസിനും അല്ല വില കൽപ്പിച്ച മറ്റെന്തിനുമാണ്. പിന്നെ രസകരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വൈഫ് ബസ് ജീവനക്കാരന്റെ കൂടെ ഓടിപ്പോകുമ്പോൾ അവരുടെ ഫോളോവേഴ്സ് 135K ആയിരുന്നു. ഇപ്പൊ കാണാം 160. അപ്പൊ എത്ര ലക്ഷം ആൾക്കാർ ഇവരെ ഫോളോ ചെയ്തു എന്ന് നമ്മൾ നോക്കിക്കുക. അപ്പൊ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്, ഇവരുടെ ഭാഗം ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്, മാത്രമല്ല ഈ ഒരു ഒളിച്ചോട്ടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അവർക്ക് റീച്ച് കൂടാനുള്ള കാരണം. അപ്പൊ പലതരത്തിലുള്ള ആൾക്കാരുടെ, പല വൈവിധ്യമാർന്ന പലതരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നതാണ് നമ്മൾ.